ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നതെന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷേ കുറച്ച് തൊണ്ടവേദനയും കോൾഡും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് സൗണ്ട് ചെറിയൊരു ഡിസ്റ്റർബ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജിറ്റേറിയൻകാർക്കും അതേപോലെ നോൺ വെജ് കഴിക്കുന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ചില്ലി ഗോപിയുടെ ഒരു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. നമുക്ക് ചപ്പാത്തിനെ കൂടിയും ഒരു എഗ് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ വെജ് ഫ്രൈഡ് റൈസോ എന്തിനെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ്. അല്ല നമുക്ക് പൊറോട്ടനെ കൂടിയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനൊരു അത്യാവശ്യം വലുപ്പമുള്ള കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഒരു കിലോ കൂടുതലുണ്ട്. അത് നമുക്ക് ആദ്യമേ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിലിട്ടൊന്ന് വെക്കണം. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അറിയാമല്ലോ, പുഴുവും അതുപോലുള്ള കീടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചത്തുപോകാനും നന്നായി വൃത്തിയാക്കാനുമാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഒരു അരമണിക്കൂർ അത് അങ്ങനെ വെക്കാം. ഇനി ഞാൻ എടുക്കുന്നത് കോൺഫ്ലോറും എടുക്കുന്നുണ്ട്, മൈദ എടുക്കുന്നുണ്ട്. ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി എരിവിനാവശ്യമായ ഒരു 1/4 ടീസ്പൂണും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആദ്യമേ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അല്പം പോലും വെള്ളം ചേർക്കാതെ ഇതേപോലെ ഡസ്റ്റ് ആയിട്ടുള്ളതല്ലേ, അത് നന്നായിട്ടൊന്ന് ആ കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതേപോലെ തട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാത്രം ഒരല്പം വെള്ളം ഇട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇങ്ങനെ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആവണ പോലെ, അത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ല ഇതേപോലെ ഒരു സോഫ്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനെല്ലാം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതാ നോക്കി, നല്ല ചൂടോടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സെല്ലറിയും സ്പ്രിംഗ് ഓണിയനും വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 50 ഗ്രാം വീതം സെല്ലറിയും സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ സെല്ലറിയുടെ തണ്ട് ഭാഗം മാത്രം എടുത്ത് ഒന്ന് കത്തിയുടെ ബാക്ക് സൈഡ് വെച്ച് ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് ഉള്ളിലുള്ള ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അത് ജ്യൂസി പോലെയുള്ള നല്ലൊരു ഫ്ലേവർ ഇറങ്ങി വരാൻ ഇതേപോലെ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സെല്ലറിയുടെ തണ്ട് ഇതേപോലെ ഒന്ന് ചതച്ചതിന് ശേഷം ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് സ്പ്രിംഗ് ഓണിയനും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സവാളയാണ്. സവാള ഒരു വലിയ സവാളയാണ് ആയതുകൊണ്ട് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ടുണ്ട്. സെല്ലറിയുടെ ഇലയും തണ്ടും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു കുടം എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് റെഡിയായല്ലോ. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത അതേ ഓയിൽ വെച്ച് തന്നെയാണ് കറിയും ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സെല്ലറിയുടെ തണ്ട് കുറച്ച് ഹാർഡായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇത് ചൈനീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിട്ട് ഫ്ലെയിം വെക്കണം. ഈ സമയത്ത് സവാളയും ക്യാപ്സിക്കവും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാനൊരു 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കൂട്ടാം, എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ചില്ലി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, സോയ് സോസ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സവാളയൊന്നും ഓവർ കുക്ക് ചെയ്യരുത്. ഈ ഉള്ള സോസുകളൊക്കെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എരിവ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ 4 ടേബിൾ സ്പൂൺ വെള്ളം ഇട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലെ കോൺഫ്ലവറിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരല്പം കളർ ചേർത്തിട്ടുണ്ട്, കാരണം കാണാൻ ഒരു ഭംഗിക്കും. നമ്മൾ നേരത്തെ ഗോബി മാരിനേറ്റ് ചെയ്തപ്പോൾ ഒട്ടും പോലും കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു സമയത്താണ് അല്പം കളർ ചേർത്ത് കൊടുത്തത്. നല്ല തിളച്ച വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം അങ്ങോട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയായി വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോബിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസ് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചൂടുവെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അല്ല നിങ്ങൾക്ക് നല്ല തിക്ക് നല്ല കുഴഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഒട്ടും പോലും വെള്ളം ആഡ് ചെയ്യാതെ നല്ല തിക്കായിട്ടുള്ള കറിയാക്കി എടുക്കാം. അവസാനം കുറച്ചും
സ്പ്രിംഗ് ഓണിയനും സെലറിയുടെ ഇലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ നമ്മുടെ ചില്ലി ഗോബി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.